ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ, ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ, ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ, ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ ജഗദംബയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക്, ദേവി നാരായണീയം പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദേവി നാരായണീയം ദേവിയുടെ അനൽപമായ കാരുണ്യത്തിൻ്റെ കഥകൾ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥം, അതിൽ നാം ഇപ്പോൾ അനുസ്മരിക്കുന്നത് ദശകം 6 വ്യാസനാരദ സമാഗമമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 1, 2, 3 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പാഠഭാഗം 4, 5, 6 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയാണ് അനുസ്മരിക്കുവാൻ പോകുന്നത്. ഏവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകങ്ങളുടെ പാരായണം ആദ്യം കേൾക്കാം. ശ്ലോകപാരായണം. സത്പുത്രലാഭായ തപശ്ചികീർഷുസ്തീവ്രം മഹാമേരു സമീപമിത്യ ആരാധനീയ ക ഇതി ക്ഷണം സ ചിന്താതുരോ ലോകഗുരു സ്ഥിതോഭൂത്. ശ്രീനാരദസ്തത്ര സമാഗതസ്ത്വത് കൃപാകടാക്ഷാങ്കുരവൻ മഹർഷിഃ അർഘ്യാദിസംപൂജിത ആസനസ്ഥോ വ്യാസേന പൃഷ്ടഃ പ്രഹസന്നിവാഹ. കിം ചിന്തയാ കൃഷ്ണ ഭജസ്വ ദേവീം കൃപാവതീ വാഞ്ചിതദാനദക്ഷാ. അഹേതുരേഷാ ഖലു സർവഹേതുർനിരസ്തസാമ്യാതിശയാ നിരീഹ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.
ശ്രീ ഗുരുഭ്യോ നമഃ. ഇപ്പോൾ പാരായണം ആണ് നിങ്ങൾ കേട്ടത്. ഇനി നാലാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം എന്താണെന്ന് നോക്കാം. സത്പുത്രലാഭായ തപഃ ചികീർഷുഃ തീവ്രം മഹാമേരുസമീപം ഏത്യ ആരാധനീയഃ കഃ ഇതി ക്ഷണം സഃ ചിന്താതുരഃ ലോകഗുരുഃ സ്ഥിതഃ അഭൂത്. ശ്ലോകത്തിലെ ചിന്താതുരോ ലോകഗുരു സ്ഥിതോഭൂത്. സ്ഥിതോഭൂത് എന്നുള്ളത് സ്ഥിതഃ അഭൂത്. ഈ പദങ്ങളുടെ എല്ലാം അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. ലോകഗുരുഹു സഹ, ലോകഗുരുവായ അദ്ദേഹം. ആരാണ് ഇവിടെ അദ്ദേഹം എന്ന് ഉദ്ദേശിക്കുന്നത്? വ്യാസൻ. സത്പുത്രലാഭായ, സത്പുത്രലാഭത്തിന് വേണ്ടി തീവ്രം തപഃ, കഠിനമായ തപസ്, ചികീർഷുഹു ചെയ്യാൻ സന്നദ്ധനായി, മഹാമേരു സമീപം, മഹാമേരു പർവ്വതത്തിൻ്റെ സമീപത്ത്, അടുത്ത്, എത്തിച്ചേർന്നു. ആരാധനീയഃ കഃ, ആരെയാണ് ആരാധിക്കേണ്ടത്? ഇതി ക്ഷണം, എന്നിങ്ങനെ ക്ഷണനേരം, വളരെ കുറച്ചു നേരം, ചിന്താതുരഃ ചിന്താകുലനായി, സ്ഥിതഃ അഭൂത് നിലകൊണ്ടു. കുറച്ചു നേരം ചിന്താകുലനായിട്ട് നിന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആ ശ്ലോകത്തിലെ കൃഷ്ണദ്വൈപായനൻ അഥവാ വ്യാസൻ, അതാണ് ഇവിടെ ശ്ലോകത്തില്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു കൃഷ്ണദ്വൈപായനൻ അല്ലെങ്കിൽ വ്യാസൻ ഒരു ചടകപ്പക്ഷിണി, ആ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. അത് കണ്ടപ്പോൾ ആ തപോധനനിൽ പിതൃത്വം ഉണർന്നു വന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ. ഒരു സന്താനം ഇല്ലാത്ത താൻ ഒരു അധന്യൻ തന്നെ എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി. സന്താനമുള്ള ഒരു പിതാവിൻ്റെ ധന്യതയെക്കുറിച്ച് അദ്ദേഹം കുറെ നേരം ചിന്തിച്ചു. ഇവിടെ നാലാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ആ വ്യാസമഹർഷി തീർച്ചപ്പെടുത്തി. എന്താ അദ്ദേഹം തീർച്ചപ്പെടുത്തിയത്? സത്പുത്രലാഭായ, സത്പുത്രനെ ലഭിക്കുവാൻ വേണ്ടി ലോകഗുരുവായ അദ്ദേഹം തപശ്ചികീർഷു തീവ്രം, തപശ്ചികീർഷു തീവ്രം മഹാമേരു സമീപം ഏത്യ, അതിതീവ്രമായ അദ്ദേഹം, ആ വ്യാസമഹർഷി ഒന്ന് തീർച്ചപ്പെടുത്തി. എന്താ അദ്ദേഹം തീർച്ചപ്പെടുത്തിയത്? സൽപുത്രനെ ലഭിക്കണം അദ്ദേഹത്തിന് അല്ലേ. അതിനുവേണ്ടി കഠിനമായ തപസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തപസ് എവിടെ ചെയ്യണം എന്ന് അദ്ദേഹം ആലോചിച്ചു. അത് മഹാമേരു പർവ്വതത്തിൽ വെച്ചാവാം എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം മഹാമേരു പർവ്വതത്തിൻ്റെ സമീപത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ, അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ആരാധനീയാക്കഹ, ആരെയാണ് ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് പൂജിക്കേണ്ടത് എന്ന് അദ്ദേഹം ആലോചിച്ചു കൊണ്ടിരുന്നു. ഏതു ദേവനാണ് സത്പുത്രനെ തനിക്ക് നൽകുക അല്ലെങ്കിൽ തനിക്ക് തരുക? ആരെയാണ് ആരാധിക്കേണ്ടത്? അദ്ദേഹത്തിന് ശങ്കയുണ്ടായി. ഏത് ദേവനെയാണ് ആരാധിക്കേണ്ടത്, ഏത് ദേവനാണ് സൽപുത്രനെ തരിക എന്നൊക്കെ ആശങ്കയോടെ നിന്നു, ശങ്കിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു. ലോകഗുരുവാണ് വ്യാസൻ അല്ലേ. ആ ലോകഗുരുവായ വ്യാസന് പോലും ശങ്കയുണ്ടായി എന്നാണ്
ഈ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ചിന്താതുരോ ലോക ഗുരുസ്ഥിതോ ഭൂത്, ചിന്താകുലനായി അദ്ദേഹം നിലകൊണ്ടു എന്നാണ് പറയണത്. ശ്ലോകം 5 പദച്ഛേദമന്വയം വ്യാഖ്യാനം. പദച്ഛേദം നോക്കാം. ശ്രീനാരദഃ തത്ര സമാഗതഃ ത്വത് കൃപാകടാക്ഷാങ്കുരവത് മഹർഷിഃ അർഘ്യാദിസംപൂജിതഃ ആസനസ്ഥഃ വ്യാസേന പൃഷ്ടഃ പ്രഹസൻ ഇവ ആഹ. പ്രഹസൻ ഇവ ആഹ, അതാണ് പ്രഹസൻ ഇവ. കഴിഞ്ഞ 2 ഹൈഫൺ ചിഹ്നം ഇട്ടിട്ടുണ്ട്. ആ എന്ന ഉച്ചാരണം അവിടെ വരണം. ചൊല്ലുമ്പോഴും വ്യാസേന പൃഷ്ട പ്രഹസന്നിവാഹ. ഈ പദങ്ങളുടെ എല്ലാം അന്വയാർത്ഥം നോക്കാം. തത്ര, ആ സന്ദർഭത്തിൽ, അവിടെ, ത്വത്കൃപാകടാക്ഷാങ്കുരവത്, അവിടുത്തെ കൃപാകടാക്ഷാങ്കുരം എന്ന പോലെ. ആരുടെ? മഹാദേവിയുടെ. മഹർഷി ശ്രീനാരദഃ, ശ്രീനാരദ മഹർഷി സമാഗതഃ, വന്നെത്തി. അർഘ്യാദിസംപൂജിതഃ, അർഘ്യാദികളാൽ പൂജിതനായ അദ്ദേഹം ആസനസ്ഥഃ, ആസനത്തിലിരുന്ന് വ്യാസേന പൃഷ്ടഃ, വ്യാസന്റെ ചോദ്യം. അപ്പോൾ വ്യാസൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വ്യാസന്റെ ചോദ്യം വന്നു. അപ്പോൾ പ്രഹസൻ ഇവ ആഹ, പ്രഹസൻ എന്ന് വെച്ചാൽ ചിരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ടെന്ന പോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാം. ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങി എന്ന് പറയുന്നത് 6-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയാം. ഈ ശ്ലോകത്തിൽ എന്താ പറയണതെന്ന് വെച്ചാൽ, ഏതു ദേവനെ ആരാധിക്കണം, അല്ലെങ്കിൽ ഏതു ദേവനാണ് സത്പുത്രനെ തനിക്ക് തരിക എന്നുള്ള ആശങ്കയായിരുന്നു അല്ലേ വ്യാസന്റെ മനസ്സിൽ. ആ ശങ്ക വ്യാസന്റെ മനസ്സിൽ എപ്പോൾ ഉണർന്നുവോ ആ സന്ദർഭത്തിൽ അവിടെ ശ്രീനാരദ മഹർഷി പ്രത്യക്ഷനായി. ലോകഗുരുവാണ് വ്യാസൻ, അദ്ദേഹത്തിന്റെ ഗുരുവാണ് നാരദ മഹർഷി. അപ്പോ ഏത് സംശയത്തിനും നിവാരണം ചെയ്യുവാൻ കഴിവുള്ള സദ്ഗുരുവാണ് ദേവർഷിയായ ശ്രീനാരദ മഹർഷി. മഹർഷി എങ്ങനെയാണ് അവിടെ വന്നത്? അത് ഭഗവതിയുടെ കടാക്ഷാങ്കുരം. ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സമാഗതസ്ത്വത് കൃപാകടാക്ഷാങ്കുരവൻ, അവിടുത്തെ കൃപാകടാക്ഷാങ്കുരം എന്നതുപോലെയാണ് അവിടെ ശ്രീനാരദ മഹർഷി വന്നത്. ഭഗവതിയുടെ കൃപാകടാക്ഷാങ്കുരം എന്നതുപോലെ ശ്രീനാരദ മഹർഷി വ്യാസമഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷനായി. ഏതു ദേവനെ ആരാധിക്കണം എന്ന തോന്നൽ വ്യാസനുണ്ടായി. അപ്പോഴേക്കും അവിടെ ഇതാ ഗുരുനാഥൻ എത്തിച്ചേർന്നു. വ്യാസന്റെ ഗുരുനാഥനായ ശ്രീനാരദ മഹർഷി അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴോ അദ്ദേഹത്തെ അർഘ്യാദി സംപൂജിത ആസനസ്ഥോ, അർഘ്യാദികളൊക്കെ നൽകി വ്യാസൻ അദ്ദേഹത്തെ പൂജിച്ചു. എന്നിട്ടോ അദ്ദേഹത്തെ സിംഹാസനത്തിൽ ഇരുത്തി. എന്നിട്ടാണ് ഒരു ചോദ്യം വ്യാസന്റെ ചോദ്യം വന്നപ്പോൾ എന്ന് പറയുന്നുണ്ടല്ലോ, വ്യാസേന പൃഷ്ട, വ്യാസന്റെ ചോദ്യം വന്നപ്പോൾ എന്താണ് വ്യാസൻ ചോദിച്ചത്? വ്യാസൻ ചോദിച്ചു ശ്രീനാരദ മഹർഷിയോട് ആരെ പൂജിക്കണം എന്ന്. അപ്പോൾ പ്രഹസൻ ഇവ ആഹ, പ്രഹസൻ ഇവാഹ, പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീനാരദ മഹർഷി മറുപടി പറഞ്ഞു തുടങ്ങി എന്നാണ് 5-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 6 പദച്ഛേദമന്വയം വ്യാഖ്യാനം. പദച്ഛേദം നോക്കാം. കിം ചിന്തയാ കൃഷ്ണ ഭജസ്വ ദേവീം കൃപാവതി വാഞ്ചിതദാനദക്ഷ അഹേതുഃ ഏഷാ ഖലു സർവഹേതുഃ നിരസ്തസാമ്യാതിശയാ നിരീഹ. അന്വയാർത്ഥം നോക്കാം. ഹേ കൃഷ്ണ, ഇവിടെ ആരെയാണ് കൃഷ്ണ സംബോധന ചെയ്യുന്നത്? വ്യാസനെ, കൃഷ്ണദ്വൈപായനല്ലേ. അപ്പോൾ
കൃഷ്ണ ചിന്തയാ കിം, ഹേ കൃഷ്ണ എന്തിനാണ് ഈ ആശങ്ക? ദേവീം ഭജസ്വ, ദേവിയെ ഭജിക്കൂ. ഏഷാ ഈ ദേവി കൃപാവതി കൃപയുള്ളവളാണ്, കരുണയുള്ളവളാണ്. വാഞ്ചിതാ വാഞ്ചിതാ ദാനദക്ഷ, വാഞ്ചിതം എന്ന് വെച്ചാൽ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ. ആ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സമർത്ഥയാണ് ആ ദേവി. സർവഹേതുഹോ എല്ലാത്തിനും ഹേതുഭൂതയാണ് ദേവി. നിരീഹ ദേവിക്ക് ഒരാഗ്രഹവുമില്ല. നിരസ്ത സാമ്യാതിശയ ദേവിക്ക് തുല്യനായി, ദേവിയെ അതിശയിക്കുന്നവനായി ആരുമില്ല. ദേവിക്ക് തുല്യം ദേവി. അഹേതുഹോ ദേവി ഒരു കാരണത്തിൻ്റെയും കാര്യമല്ല. ഈ ശ്ലോകത്തിൻ്റെ വിവരണം വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാസൻ തൻ്റെ ഗുരുവായ ശ്രീനാരദ മഹർഷിയെ പൂജിച്ച് ആരാധിച്ച് സിംഹാസനത്തിലൊക്കെ ഇരുത്തിയ ശേഷം ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മഹർഷിയോട് ചോദിക്കുകയാണ്. ആരെയാണ് പൂജിക്കേണ്ടത്? അതായത് നല്ലൊരു സൽപുത്രനെ ലഭിക്കണമെങ്കിൽ ആരെയാണ് ആരാധിക്കേണ്ടത്, ആരെയാണ് ഭജിക്കേണ്ടത്? അത് കേട്ടപ്പോൾ ശ്രീ നാരദ മഹർഷി പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുവാൻ തുടങ്ങി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ. എന്താ മഹർഷി പറഞ്ഞത്? കിം ചിന്തയാ കൃഷ്ണ, എന്തിനാണ് അങ്ങ് ഇങ്ങനെ ആശങ്കപ്പെടണത്? എന്തിനാണ് അങ്ങ് ആലോചിക്കുന്നത്? എന്താ അത്ര ആലോചിക്കാനുള്ളത് എന്നാണ്. ഭജസ്വദേവീം, ആരെ ആരാധിക്കണം? ദേവിയെ ആരാധിക്കണം, ദേവിയെ ഭജിക്കണം. അപ്പോൾ ആരെയാണ് ഭജിക്കേണ്ടത് എന്ന ആ ആശങ്ക തീർത്തുകൊണ്ടാണ് നാരദൻ വ്യാസനോട് സംസാരിച്ചു തുടങ്ങിയത്, അല്ലേ? ഈ ദേവി എങ്ങനെയുള്ളവളാണ്? എന്തുകൊണ്ടാണ് ദേവിയെ ആരാധിക്കണം എന്ന് പറഞ്ഞത്? ദേവി കഴിവും കനിവും ഉള്ളവളാണ്. കൃപാവതി വാഞ്ചിത ദാനദക്ഷ, കൃപാവതി വാഞ്ചിത ദാനദക്ഷ എന്ന് വെച്ചാൽ കൃപയുള്ളവളാണ്. ഭക്തന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സമർത്ഥയാണ്. തൻ്റെ ഭക്തന് എന്താണോ അഭിലാഷം, അല്ലെങ്കിൽ എന്താണോ ആഗ്രഹം, എന്താണോ വേണ്ടത്, അത് നൽകാൻ ദേവിക്ക് പരാശ്രയം വേണ്ട. ദേവി എല്ലാത്തിനും കാരണഭൂതയാണ്. ദേവി എങ്ങനെയുള്ളവളാണ്? നിരീഹ, ദേവിക്ക് ഒരാഗ്രഹവുമില്ല. നിരസ്ത സാമ്യാതിശയ, ദേവിക്ക് തുല്യായി ആരെയും പറയുവാൻ സാധിക്കുകയില്ല, പറയുവാൻ കഴിയുകയില്ല. ദേവി ഒരു കാരണത്തിൻ്റെയും കാര്യമല്ല, ദേവി കാരണമാണ്. ദേവിക്ക് കാരണമായി മറ്റൊന്നില്ല, ദേവി കാരണമാണ് എന്ന് മനസ്സിലാക്കുക. ശ്രീനാരദ മഹർഷി വ്യാസനോട് പറയാണ്, ദേവിക്ക് തുല്യായി ആരെയും പറയുവാൻ കഴിയില്ല, ദേവി ഒരു കാരണത്തിൻ്റെയും കാര്യമല്ല, ദേവി കാരണമാണ് എന്ന് മനസ്സിലാക്കുക. ദേവിക്ക് തുല്യമായിട്ട് ദേവി മാത്രം. അതുകൊണ്ട് ഭജസ്വദേവീം, ആ ദേവിയെ ആരാധിക്കുക, ആ ദേവിയെ ഭജിക്കുക. ശ്രീനാരദ മഹർഷി വ്യാസന്റെ ആശങ്കയൊക്കെ തീർത്തു കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. 6ാമത്തെ ശ്ലോകത്തിലൂടെ നാരദ മഹർഷി വ്യാസന് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ വ്യാസന്റെ ആശങ്കയൊക്കെ തീർത്തു കൊടുക്കുകയാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ.